കയ്യടി കൊടുക്കാം. അങ്ങനെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ്, ആ ഒരു പ്രണയ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോവുകയാണ്. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് കോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരുമായ തന്നെ നന്ദി അറിയിക്കുകയാണ്. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ഡയറക്ടറിനെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCC എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. അന്ന് വിജയേട്ടന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബൈയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് നമുക്ക് തോന്നുന്ന പോലെയാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയേട്ടനെ കാണുന്നത്. കാരണം ഈ മനുഷ്യൻ ഇത്രയധികം പ്രണയമുണ്ടു. കാരണം പലവിധ ചിന്തകൾ, അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരിക്കും തോന്നുന്നത്. അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ, അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടും ആവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയം, അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുറന്നപ്പോൾ തന്നെ അറിയാം
ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുപോലെ അത് നമുക്ക് ഇവയൊക്കെ ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പരിപാടി പങ്കെടുക്കാൻ ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ്. വലിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ ഭാഷയിലുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലൊക്കെ കയറിപ്പറ്റി ഒരു ഷോയിൽ പങ്കെടുക്കാന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ്. അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണവും നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ്. പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിനൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുവൊന്നുമില്ല. ഇത് എത്ര ഷോയാണ് ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത്, അപ്പൊ ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂട്ടത്തില് കോമഡി സ്കിറ്റൊക്കെ ചെയ്തതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ, അത് താഴ്ന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതിൽ ഞാനും ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരിയേറ്റി വിട്ടു. പറ സാറിൻ്റെ അടുത്ത് പറ, ഇത് ആദ്യം കളിക്കാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അയാളൊന്നും ഇളകി. ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ 2-3 ബസ് കാണും ആഡംബരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. വണ്ടി നിർത്തി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ഫ്രണ്ടിലെ വണ്ടി കയറിക്കോളൂ, വൈകിൽ കൂടെ വന്നു. അദ്ദേഹം ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയതാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. നമുക്കും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ്. നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല. അദ്ദേഹത്തിന്റെ ആ ചുരുക്കും സ്നേഹവും ഇച്ഛാശക്തിയും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ. എല്ലാ ആയുരാരോഗ്യം നടന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ഇവിടെ തന്നെ നിലനിൽക്കുന്ന വിജയേട്ടൻ്റെ ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാൾ ഒത്തിരി വർഷം 4-4 പതിറ്റാണ്ട് കൊണ്ട് കേൾക്കുന്ന പേര് വെസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. ഈ ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേജ് ഷോ, നമുക്ക് സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട്, ലാലേട്ടൻ പോയിട്ടുണ്ട്. അവിടുത്തെ അന്ന് വീഡിയോ കാസ്റ്റിലേക്കാണ് ഈസ്റ്റ് കോസ്റ്റ്. പിന്നീട് കുറെ പാട്ടുകൾ, നല്ല പാട്ട്, പ്രത്യേകിച്ച് പ്രണയം ഒരു മഴയായിട്ടൊക്കെ ആദ്യമായി ഇതിനൊക്കെയായി ഓർമ്മിക്കായി നല്ല പേരുകളിലൂടെ നല്ല വരികളിലൂടെ വിജയേട്ടനും ഈസ്റ്റ് കോസ്റ്റും മലയാളികൾ മാറി. ഞാൻ വിജയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, സംവിധാനം ചെയ്യേണ്ട സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു അതാണ് വിജയേട്ടൻ ഇഷ്ടപ്പെട്ട ഒരിക്കലും കൈവിടില്ല. എനിക്ക് മലയാള സിനിമയിൽ വിജയേട്ടൻ ഒരിക്കലും എന്നെ കൈവിടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വിജയേട്ടൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം. കാരണം വിജയേട്ടൻ്റെ ഒരു കരുതൽ, വിജയേട്ടൻ്റെ ഒരു കെയർ, വിജയേട്ടൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലി, നമ്മളൊരു വർക്കിൽ വന്ന് കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു അച്ചടക്കം വിജയേട്ടനുണ്ട്. കൂടെ നിർത്തുന്ന ക്രൂവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിജയേട്ടൻ്റെ കുറച്ചു കാലമാണെങ്കിൽ വിജയേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. വിജയേട്ട വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിജയേട്ടൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. വളരെ ദിവസം താങ്ക് യു. Another work, one day sir called me. I told him once that I wanted to sing. No, I would love to sing, just casually. And I loved his song, Tu Chodi Chunyanvan. I used to sing. I sang also many times. So then, okay, he's called me and said, you sing the song. I said, I can't sing, it's too tough.
then he really made me learn the lyrics, and that's how it just happened accidentally. And very effortlessly, like, because sir, he explained the lines in English, what is it, and I just tried. I really wanted to sing. I'm not a trained singer, but hereditaristically, all my family members are into music and songs, so I wanted to do a playback. But Malayalam, it is the toughest language. So thank you so much. ഒരുപാട് സ്നേഹം ചൊരിഞ്ഞു നീയെപ്പോഴും പരമോഹങ്ങളെ തൊട്ടുണർത്തി എന്റെ മൃദുല ഭാവങ്ങളെ തൊട്ടുണർത്തി. എല്ലാവർക്കും നന്ദിയാണ്. That was so beautiful. നമസ്കാരം. കളന ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഞാൻ അവിടെ പറയുന്നതെന്ന് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു ആത്മബന്ധം വിജയേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് എനിക്കും. ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയാണ്. ഒരുപാട് സന്തോഷം. ഇപ്പൊ വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം, അതേ സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ്. വിജയേട്ടൻ എവിടെയും പോയിട്ടില്ല. 15 വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തു. അതിലൊരെണ്ണത്തിൽ ഞാൻ ഉണ്ടായി. അടുത്തതിൽ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും ടീമിലെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.